1000-1500 ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൽ 10-700 സ്ത്രീകളായിരിക്കും. 700 സ്ത്രീകൾ ഓക്കെ നിങ്ങളോട് എൻ്റെ കാരവൻ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കില്ല. അല്ലെങ്കിൽ വേറെ എവിടെ അവർക്ക് പോകാൻ സ്പേസ് ഇല്ല. IC എന്ന് പറഞ്ഞൊരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ വാർത്തയായതും ഇതും അല്ലാതെ ഇത് നിങ്ങൾക്ക് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണോ, ആരടുത്ത് പറയണം എന്നുള്ളതൊന്നും ചിലപ്പോൾ അവർക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. വേറൊരു പ്രൊഡക്ഷനോ വേറൊരു പരിപാടികളോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ എന്തിനാണ് അവർക്ക് ഇത്രയും ഫെസിലിറ്റീസ് എന്ന് ചോദിക്കാം. ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും E4ൻ്റെയും അണ്ടറിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിലേക്ക് വിളിക്കുന്നത് എൻ്റെ പ്രിവിലേജ് ആയിരിക്കാം, പക്ഷെ അവിടെ പോയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രിവിലേജ് അല്ല. ഞാൻ ഈ ചെയ്യുന്നത് ആക്ടിവിസം ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീല, ഹലോ. ഈ അച്ഛനും അമ്മയുടെയും ആഗ്രഹത്തിൽ സിനിമയിലേക്ക് അഭിനയിച്ച് തുടങ്ങി നിഖില. അതിനുശേഷം അവർ പറഞ്ഞ ആഗ്രഹമൊക്കെ എൻ്റെ ഈ ആഗ്രഹം ഞാനൊന്ന് പ്രൂവ് ചെയ്യട്ടെ, അതിനുശേഷം ഞാനത് ചെയ്യാം എന്നാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ കോൺവെർസേഷനിൽ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം നിഖില ഒരു 10-12ഓളം സിനിമകൾ ചെയ്തു. ഇപ്പോൾ നിഖിലയ്ക്ക് ഞാൻ പ്രൂവ് ചെയ്തു എന്ന് പറയുന്ന ഒരു തോന്നൽ എത്തിയോ? കാരണം കരിയറിലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഗുരുവായൂരമ്പലം നടയിൽ ചെയ്തു. ഇല്ല, ഇപ്പോഴും അങ്ങനെ എത്തിയിട്ടില്ല. എന്താ പറയുക, ഞാനങ്ങനെ അതിനുശേഷം ജോ ആൻഡ് ജോ ആണ് ഞാൻ ഒരു പെർഫോമൻസ് പരിപാടിയിൽ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമകളൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം ആക്ട്രസ് എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് ഞാനങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ പല നിഖിലയുടെ പേരിലുണ്ടായ ഈ കോൺട്രവേഴ്സീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും അറിഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളല്ല. അത് അത്രയും ബോധ്യത്തോട് പറഞ്ഞതും ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല ആ ടൈമിൽ. അതൊരു കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പം നിഖില ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മീഡിയ അറ്റൻഷൻ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള മീഡിയ അറ്റൻഷൻ ആണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്കത് പെട്ടെന്ന് അങ്ങനത്തെ പരിപാടികൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സാധാരണഗതിയിൽ ആൾക്കാരെ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊട്ടും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, പിന്നെ ഈ ഞാൻ അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ചർച്ച നടത്തുന്നത് കണ്ടത് അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഇവർ പറയണമെന്നുള്ളത് കൊണ്ട് അവരെന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ആരൊക്കെയോ ഞാൻ എന്ത് ചിന്തിച്ചു എന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് മറ്റേ ആ കിട്ടുന്നൊരു മീഡിയ അറ്റൻഷൻ എന്നെ ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എനിക്കത് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത കുറേ ഏരിയയിലേക്ക് നമുക്കൊരു ഇമേജ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സ് നമ്മൾ തന്നെ കാണാറുണ്ട്. അതുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ ഒരു അവസ്ഥയിൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ജഡ്ജ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ നല്ലത് ചെയ്താലും മോശം ചെയ്തു കഴിഞ്ഞാലും എല്ലാം ജഡ്ജ് ചെയ്യപ്പെടും. അപ്പം ഇപ്പോഴത്തെ ഒരു മീഡിയയുടെയും ഇപ്പോഴത്തെ ഒരു അത് ആ മീഡിയ ത്രൂ കാണുന്ന ഓഡിയൻസിൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ജഡ്ജ് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അതായത് എനിക്കറിയാം ചില സാധനങ്ങൾ അവർ ചോദിച്ചു വരുന്നത് കണ്ടന്റിനാണെന്ന് അറിയുമ്പോൾ ഞാനത് കണ്ടന്റ് ഞാൻ തരില്ല എന്നുള്ളത് ഞാൻ ചെയ്യാറുണ്ട്. ഈ തമിഴിലൊക്കെയാണ് കൂടുതലും ആക്ടേഴ്സ് പൊളിറ്റിക്കലിയൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ തന്നെ എത്ര സ്റ്റാർസ് ആണെങ്കിലും ഒക്കെ വളരെ മിനിമൽ ആൾക്കാരെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെട്ടുള്ളൂ. ഇപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ നിഖിലയ്ക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ഈ ഇത്തരം കാര്യങ്ങളിലൂടെ കൂടിയാണ്. അതായത് ഇപ്പം ഒരു മെയിൻ സ്ട്രീം മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്ലേവിൽ വുമൺ സിനിമയെ പറ്റി സംസാരിക്കാൻ വിളിക്കുന്നു, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആർട്ടിസ്റ്റുകളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുള്ള കുറേ സ്പേസസ് ഉണ്ട്. അതെല്ലാ ആക്ടേഴ്സിനും സെലിബ്രിറ്റീസിനും കിട്ടണമെന്നില്ല. അങ്ങനെ ഉള്ള സ്പേസസ് കിട്ടുന്നത് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയ ഇതിൻ്റെ പ്രിവിലേജ് ആയിരിക്കാം. പക്ഷെ അത് കിട്ടുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ കോൺക്ലേവിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ വെറുതെ പോയി ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അത് പ്രിപ്പയർ ആയിട്ട് ചെയ്യണം. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും ഈക്വലി സിനിമയിൽ എന്നെക്കാട്ടിലും കൂടുതൽ തെളിയിച്ച ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്തൊരു സ്പേസിൽ പോയിരുന്ന്
സംസാരിക്കരുതെന്ന് എനിക്കുണ്ട്. ചില ഈ പറഞ്ഞ പോലെ അതിലേക്ക് വിളിക്കുന്നത് എൻ്റെ പ്രിവിലേജ് ആയിരിക്കാം, പക്ഷേ അവിടെ പോയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രിവിലേജ് അല്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്കുണ്ട്. ഇപ്പം നൈറോബി കേരള കമ്മിറ്റി ആണെങ്കിലും ഈ പറയുന്ന കോൺക്ലേവിൽ അറ്റൻഡ് ചെയ്തതാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ 100% അതിലേക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അതിലേക്ക് എത്തിപ്പെട്ടത് മേ ബി ഈ പറയുന്ന ഈ കോൺട്രോവേഴ്സീസും ഇതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് അവർക്ക് വെറുതെ കിട്ടിയതാണ്, അവരതിനകത്തൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്പേസിലേക്ക് എത്തിക്കരുത് എന്നുള്ളതുണ്ട്. ഇത് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുന്നതാണ്. സിനിമ ആഗ്രഹിക്കുന്ന 15 വർഷം മുമ്പുള്ള നിഖില ഒരിക്കലും ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയുടെ ഭാഗമാകുന്നു, ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസും പഠനവും ഈ ആക്ടിങ് എന്നുള്ള ഇതിൽ കൂടാതെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നൈറോബി കേരള കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെ അടുത്തും നമ്മൾ സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്തുനിന്ന് ഗവൺമെൻറ്റിന് പറ്റുന്ന കാര്യങ്ങൾ അവരതിനകത്ത് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിലുള്ള സ്ത്രീകൾക്ക്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ആവശ്യങ്ങൾ, സ്ത്രീകൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് അറിയാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയിലും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്, കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. നിങ്ങളിവിടെ ഈ വർക്ക് ചെയ്യുന്ന സ്പേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ഇനി എന്താണ് ആവശ്യം എന്നുള്ളതുമൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഇപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പം ഇപ്പം ഐസിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പാർട്ടായിരിക്കുമല്ലോ. അപ്പം ബേസിക്കലി അതുകൊണ്ട് അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്കറിയാം. അത് ഇപ്പം IC എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അത് അത്രയും എല്ലാവരും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്താ പറയുക, ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു എന്നുള്ളതല്ലാതെ ഇതിലെല്ലാവരും IC ഉണ്ട്, അതിൽ ഇത്ര പേര് ഉണ്ടാവണം, സിനിമയിലെ നായിക ഉണ്ടാവണം, സംവിധായകൻ ഉണ്ടായിരിക്കണം, പ്രൊഡക്ഷൻ ഉണ്ടാവണം, ഒരു വക്കീലുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം അതിൽ ചിലപ്പോൾ അത് ആക്റ്റീവായിട്ട് ആരും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാനത് എല്ലാവരുടെ അടുത്തും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ സെറ്റിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തൊന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ചോദിച്ച് അറിയാറുണ്ട്. അപ്പം ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. കാരണം IC എന്ന് പറഞ്ഞൊരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ വാർത്തയായതും ഇതും അല്ലാതെ ഇത് നിങ്ങൾക്ക് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണോ, ആരുടെ അടുത്ത് പറയണം എന്നുള്ളതൊന്നും ചിലപ്പോൾ അവർക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് അറിയുന്നുണ്ടാവില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം എന്നുള്ളത് അറിയാം. അത് ബേസിക്കലി അവർ വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ തന്നെ അത് കംപ്ലയിൻ്റ് ആണ്. പിന്നെ നാളെ അവർക്ക് അതൊരു പോലീസ് കേസോ കാര്യങ്ങളോ ആയി കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്ഷൻ എടുത്തില്ല എന്നുള്ള സ്പേസിലേക്ക് വരും. ഞാൻ വർക്ക് ചെയ്ത 2-3 സിനിമകളിൽ അങ്ങനെ സംഭവിച്ച സമയത്ത് നമ്മളതിന് ഇതിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് നമ്മളതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്ത്രീകൾക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് എന്താണ് വേണ്ടതെന്ന് പറയാൻ വരില്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ കാരവൻ ഷെയർ ചെയ്യുന്ന സ്പേസിലാണെങ്കിലും എന്താ പറയുക, ഇപ്പം എൻ്റെ കാരവൻ ബേസിക്കലി എനിക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആ സിനിമയിലെ മെയിൻ ആളാണെന്നുള്ളതുകൊണ്ട്. പക്ഷെ ചിലപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റികളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറണമെങ്കിലും ഒക്കെ ചിലപ്പോൾ ഞാൻ ഇറങ്ങി പുറത്ത് നിന്നിട്ട് അവർ മാറുന്നത് വരെ എനിക്ക് അത് പ്രശ്നമല്ല. അതായത് ഇത് കൊടുക്കേണ്ടത് ആക്ച്വലി പ്രൊഡക്ഷനാണ്. സോ അത് ചിലപ്പോൾ പ്രൊഡക്ഷന് ഈ പറയുന്ന പോലെ ഫണ്ടില്ലാത്തത് കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഫുൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഞാൻ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം അതൊരു കോൺഷ്യസ് സ്റ്റെപ്പാണ് എൻ്റെ സൈഡിൽ നിന്ന്. കാരണം എല്ലാവർക്കും അത്രയും ഇപ്പം എൻ്റെ പ്രിവിലേജ് ഉണ്ടാവണം എന്നില്ല ബാക്കി സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അപ്പം ഇതൊക്കെ ഞാൻ ഗ്രാജുവലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ ഹെയർ ഡ്രസ്സേഴ്സിനോ സ്ത്രീകളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യാറുണ്ട്. ഈ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു സപ്പോർട്ട് എല്ലായിടത്തും ഉണ്ടാവണം.
അല്ലേ? ബേസിക്കലി പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ഉണ്ടാവാറുമുണ്ട്. കാരണം ഇപ്പം ഈ പറയുന്നത് പോലെ IC ഉള്ളതുകൊണ്ടും ഈ മുന്നേ WCC വന്നതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് നാളെ ഒരു കേസ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ചെറുതായിട്ടുണ്ടായാൽ തന്നെ അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കണം എന്നുള്ളതും അത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി പറയാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയല്ല, അത് കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഉണ്ട്. അപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയണം. അപ്പോൾ അത് നിങ്ങൾ എന്താണ് അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ളത് ചെയ്യാൻ പറയാറുണ്ട്. ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും അവർ ഇപ്പം ചിലപ്പോൾ പറഞ്ഞു വിടാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം എങ്ങനെയാണോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഡീൽ ചെയ്യാൻ പറ്റുക അത് അവർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എല്ലാം ഈ പറയുന്നത് പോലെ ഈ ലോ പരിപാടികളിൽ ചിലപ്പോൾ നടന്ന് പോകണമെന്നില്ല. അപ്പം പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഹെൽപ്പുകൾ ഉണ്ടാവാറുണ്ട്. മെയിനായിട്ടുള്ള ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഒരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ചെയ്യാനും അഭിനയിക്കാനും നിൽക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി എല്ലായിടത്തും ഒരു ആക്ടർ ഇൻവോൾവ് ചെയ്യുന്നത് പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കലാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു ദിവസം നമ്മൾ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു മെയിൻ സീൻ എടുക്കുമ്പോൾ നമ്മൾ പെർഫോം ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ഷോട്ടിനുള്ളൊരു ബ്രേക്ക് ഉണ്ടാവും. അപ്പം നമ്മളുടെ കൂടെ ഒബ്വിയസ്ലി ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം, അവരുടെ കോർഡിനേറ്റേഴ്സ് അവിടെ തന്നെ ആ പരിസരത്തുണ്ടാവാം. ഇതൊന്ന് വിളിച്ച് ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഒരു 5-10 സെക്കൻഡിൻ്റെ കാര്യമാണ്. അപ്പം അത് അവർക്ക് ആ സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അതൊരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഇതിന് മാറ്റി വെക്കാൻ വേണ്ടി എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. നമുക്കങ്ങനെ വിസിബിളി കാണാൻ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉണ്ടാവും. ഇപ്പോൾ ഒരുവിധം അവെയറാണ് എല്ലാവരും അതിനെപ്പറ്റി, അതെങ്ങനെ ഉപയോഗിക്കാം എന്ന്. അവെയറാണ്. അതുകൊണ്ട് ഈ അവെയർനെസ്സിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലത് അതിന് അല്ലാതെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തുമല്ലോ. അപ്പം അതും നമ്മൾ അവെയറാണ്. നമ്മളത് മിസ്യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കും നമ്മൾ അത്രയും ചോദിച്ച് അത്രയും നേരം അതിനകത്തേക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് ചിലപ്പോൾ കുറേ നേരം അവരോട് സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് ശരിക്കും ആവശ്യം, നിങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. സോ അങ്ങനെയും സംഭവിക്കാം. അറിയാതെയാണെങ്കിലും ചില കോൺട്രവേഴ്സീസിലൂടെ നിഖില എത്തിപ്പെട്ടത് നിഖിലയെ തന്നെ വേറെ കുറേ റിയലൈസേഷനിലൂടെ അതും ഉണ്ട്. കാരണം നമ്മൾ കുറേയും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിതൊരു കാര്യം അറിയാതെ എത്തിപ്പെട്ടതാണെങ്കിലും കോൺട്രവേഴ്സീസിലേക്ക് അറിയാതെ എത്തിപ്പെട്ടതാണെങ്കിലും എനിക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ അതിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പറയുക കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ അവെയറാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചെയ്യണം എന്നുള്ളതും അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതും ഞാൻ വിചാരിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിഖിലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ എവല്യൂഷൻ ഉണ്ടല്ലോ, ഇപ്പം മാർക്കറ്റിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ സെലിബ്രേറ്റഡ് ആയിട്ട് നിന്ന ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പലരും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഒരുപക്ഷെ ആക്ടിവിസം സ്പേസ് എടുത്ത ആൾക്കാരുണ്ട്. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ആക്ടിവിസം നിഖില ഈ പറയുന്നതും ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമാണ്. ആക്ടിവിസവും ആക്ടർ എന്നുള്ള ഒരു പ്രൊഫഷനും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണോ നിഖിലയുടെ ഒരു? അല്ല, ഞാൻ ഈ ചെയ്യുന്നത് ആക്ടിവിസം ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് ആക്ടിവിസത്തിലേക്കൊക്കെ പോകാന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വലിയ ഒരു ടേമാണ്. അത് വലിയ വലിയ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്പേസിലേക്ക് ഇതുവരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ബേസിക്കലി എന്നെ സംബന്ധിച്ച് എന്ത് കാര്യമാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ കുറേ നേരം പറയുന്നതിലും വലിയൊരു കാര്യമാണ് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ കുറേ നേരം ഒരുപാട് ഓരോ ആൾക്കാരോട് നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലും ഇപ്പം ഞാനത് മുന്നിൽ നിന്ന് ഞാനത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൂടെ അവർ വന്നിട്ട് അത് ചെയ്യും. അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതും അവരുടെ കൂടെ പണിയെടുക്കുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു സ്പേസിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് കവിഞ്ഞിട്ട് ഞാൻ അതിനൊരു ആക്ടിവിസം സ്പേസിലേക്ക് കണ്ടിട്ടില്ല. ഞാനൊക്കെ കുറേയും കൂടി ഈ ഇവോൾവ് ആയിട്ടുള്ള സ്പേസിലുള്ള ഒരാളാണ്. നമ്മൾ പുതിയ മാറ്റങ്ങൾ വരുമ്പം അതിൽ സന്തോഷിക്കുന്നതും ഒരു കാര്യങ്ങൾ വരുമ്പം ചിലർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ആ ഒരു സ്പേസിൽ നിന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഹയറാർക്കി എങ്ങനെയാണോ അത് ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. പെട്ടെന്ന് വന്നിട്ട് ഒരു സാധാരണ ഒരാൾക്കും നമുക്കും ഈക്വൽ സ്പേസ് ആണ് എന്ന് പറയുന്നത് ചിലപ്പം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. മുന്നേ ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ 2 തരം ഫുഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു, 2 തരം പാത്രങ്ങളിൽ കൊടുക്കുന്നു എന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അതെല്ലാം ഈ പറയുന്ന പോലെ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്
അതൊന്നും ഇപ്പം ഇല്ല. അവർക്കും അത്രയും തന്നെ ക്വാളിറ്റിയുള്ള നല്ല ഫുഡ്. ഇപ്പം ഗുരുവായൂരമ്പല നടയിലുള്ള സെറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, മാറ്റം ഉണ്ടായി. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബേസിക്കലി നമ്മൾ സെറ്റ് ഇട്ടത് കൊച്ചിയിൽ തന്നെയാണ്. ഈ 1000-1500 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ഫുഡാണ് അവർക്ക് വന്നിരുന്നത്. അവർക്ക് കാറ്ററിംഗ് ഫുഡാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു ഡെയിലി ഫിഷ് കറി മീൽസ്, ഫിഷ് ഫ്രൈ, ഗീ റൈസ്, ബീഫ് കറി. അതായത് നമ്മുടെ സെറ്റിലുള്ള ആൾക്കാർ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കായിരുന്നു. പിന്നെ എല്ലാവർക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും റൂം സെപ്പറേറ്റ് ആയിട്ട്, ഡ്രസ് ചേഞ്ചിങ് റൂം, അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെറ്റായിരുന്നു ഗുരുവായൂരമ്പല നടയിലെ സെറ്റ്. സോ അത് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം, കാരണം ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. അവരവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാതെ അവരവിടെ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഈ ടോയ്ലറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ പറയുന്നത് പോലെ ഒരുപാട് പേര് നിൽക്കുന്നതിൻ്റെയോ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെറ്റാണ് ഗുരുവായൂരമ്പല നടയിലെ സെറ്റ് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും അതൊക്കെ മാറ്റാണ്. ചിലപ്പോൾ അന്ന് വേറൊരു പ്രൊഡക്ഷനോ വേറൊരു പരിപാടികളോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ എന്തിനാണ് അവർക്ക് ഇത്രയും ഫെസിലിറ്റീസ് എന്ന് ചോദിക്കാം. ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും E4-ൻ്റെയും അണ്ടറിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ അവർ ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കിത് കൊടുക്കണം എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അവർക്കും അതേ ഒരു ഫെസിലിറ്റീസ്. ഇപ്പോൾ എല്ലാവർക്കും കാരവൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സൗകര്യം നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ സെറ്റിലും ചിലപ്പം നിങ്ങൾക്ക് ഒരു ബാത്റൂം പോകാനുള്ള ഫെസിലിറ്റി പോലും ഇല്ലാത്തിരുന്ന സ്പേസിൽ നിന്ന് ഇവർക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമല്ലേ. അത് എല്ലാം ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. ചിലർക്കത് ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്തിനാണ് അവർക്കത് കൊടുക്കണേന്നുള്ള അത് ഈ പറയുന്ന അന്ന് അവർ ശീലിച്ച് വന്നിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ പറയും, അമ്മൂമ്മമാരുടെ അടുത്ത് നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ശീലിച്ച് വന്ന കാര്യമാണ്, അവർക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ചെയ്യില്ല. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യില്ല? കാരണം അത് നല്ലതല്ല എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാം അന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന് അവർക്ക് എതിർത്തിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം അവരത് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്ന സ്പേസിൽ നിൽക്കുന്നതാണെങ്കിലും ഓക്കെയാണ്. കാരണം അതിവിടെ ആർക്കും നഷ്ടം സംഭവിക്കുന്നില്ല. അതിൻ്റെ ബെനിഫിഷ്യറീസ് എപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ആ സിനിമയിലെ ലീഡ് ആക്ടറായിട്ടുള്ള ഒരാൾ അവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവെയർ ആണെന്നുള്ളത് ഭയങ്കര ഇല്ല. ബേസിക്കലി നമ്മൾ സെറ്റ് കാണാൻ പോയ സമയത്തുമൊക്കെ ഞാൻ ഭയങ്കര ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു മെയിൻ സാറ്റിസ്ഫാക്ഷൻ്റെ കാരണം ഇതാണ്. കാരണം ഇത്രയും അവർ ചെയ്യുന്നു എന്നുള്ളത് യൂഷ്വലി നമ്മൾ കാണുമ്പോൾ നമുക്കും അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം 1000-1500 ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിൽ 1000-700 സ്ത്രീകളായിരിക്കും. 700 സ്ത്രീകൾ ഓക്കെ നിങ്ങളോട് എൻ്റെ കാരവൻ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കില്ല. അല്ലെങ്കിൽ വേറെ എവിടെ അവർക്ക് പോകാൻ സ്പേസ് ഇല്ല. അങ്ങനെയുള്ള സമയത്ത് ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ആരുടെ കോളാണ്? അതൊരു വുമൺ പ്രൊഡ്യൂസർ എനിക്കറിയില്ല. അത് സുപ്രിയ ചേച്ചിയുടെ കോളാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്ന സമയത്ത് അത് എൻ്റെ അടുത്ത് അതിൻ്റെ EP ആയിട്ടുള്ള ഹാരിസ് ദേശാണ് ഇതൊക്കെ കാണിച്ചു തന്നുള്ളത്. അപ്പം ഞാൻ ഹാരിസ്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളിതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് വെക്കണം എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം എല്ലായിടത്തും ചിലപ്പോൾ അവരത് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഇതിൽ നമ്മൾ അങ്ങനെ ഫെസിലിറ്റീസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇതൊരു വലിയ കാര്യമല്ലേ. അതൊരു തരം അവയർനെസ് ആണ്. ചിലപ്പോൾ അത് കണ്ടിട്ട് നാളെ വേറൊരു ആൾക്കാർ അതുപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓക്കെ ഇന്ന ആൾക്കാർക്ക് ഇന്ന ഫെസിലിറ്റീസ് കൊടുത്താൽ മതിയെന്ന് അവർ ചിലപ്പോൾ അവർക്കത് അറിയണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഫെസിലിറ്റീസ് കൊടുക്കണം എന്നുള്ളത് അറിയാം, പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയണ്ടാവില്ല. പ്രാക്ടിക്കലി ചിലത് അപ്പം ഈ ടോയ്ലറ്റ്സ് വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല. ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം ഓക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോ ഒരു എക്സിക്യൂട്ടീവോ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പോസിബിൾ ആണെന്നുള്ളതിനെ പറ്റി അവെയർ ആയിരിക്കാം. എല്ലാം ചിലപ്പം കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ചിലത് അവയർനെസ് ഇല്ലാത്തതിൻ്റെ പുറത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കാം. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും അറിയുന്നതും എല്ലാവരും മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് നല്ലതല്ലേ. ചിലത് ഡീൽ ചെയ്യാൻ പറ്റില്ല, ചിലത് വല്ലാതെ ആൻസൈറ്റി ഉണ്ടാവും. അപ്പോൾ കുറേ നേരം കുത്തിയിരുന്ന് കരയും. അത് കഴിഞ്ഞ് പിന്നെ കണ്ണുടച്ചടുത്ത പരിപാടിക്ക് പോകും. കാരണം
എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. എൻ്റെ അടുത്തൊന്നും ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. കാരണം ചില ഇയാൾ കരയുന്ന ഇയാളെ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ. നമ്മളൊരിക്കലും ശുദ്ധി കേരളത്തിൽ ഇത്രയും തിരക്കുള്ള വേറെ ഒരാളുണ്ടാവില്ല അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു 4 ദിവസം കഴിയുമ്പോൾ 4 സിനിമ 4 ഒഴിക്കും, അത് 4 നടക്കണ്ടാവില്ല. ഇപ്പം മറ്റേ ചെറുതായിട്ട് വെണ്ടക്ക നടുക, തക്കാളി നടുക, എന്നിട്ട് ഇത് പൂവിട്ടാൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. അങ്ങനെയൊക്കെയാണ് ഇപ്പം. പ്രായമായതിനാണോ അറിയില്ല. പക്ഷെ